അടുത്ത ഭാഗം ജ്വരത്തിൽ എപ്പോൾ നെയ്യ് കൊടുക്കാം, അല്ലെങ്കിൽ എവിടെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 216 തൊട്ട് 217 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ജ്വര കഷായൈ വമനൈ ലംഘനൈ ലഘുഭോജനൈ രൂക്ഷസ്യ യേ ന ശാമ്യന്തി സർപ്പിസ്തേഷാം ഭിഷഗ്ജിതം രൂക്ഷം തേജോ ജ്വരകരം തേജസാ രൂക്ഷ്യതസ്യ ച യ സ്യാദനുപലോധാതു സ്നേഹവദ്യ സ ചാനില. അപ്പോൾ ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണ്. ഇപ്പോൾ രൂക്ഷനായിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അപ്പോൾ അയാൾക്ക് കഷായ സേവനവും ലംഘനവും ലഘുത്വമുള്ള ആഹാരമൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും പനി അങ്ങോട്ട് കുറയുന്നില്ല. അപ്പോൾ പിന്നെ ആ പേഷ്യൻറ്റിന് ചെയ്യേണ്ടതായിട്ടുള്ള ചികിത്സയാണ് കാച്ചിയ നെയ്യ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ പൊതുവേ ജ്വരം സ്നേഹസാധ്യമാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ വിവരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രൂക്ഷമായ പനിയുടെ സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ ആ തേജസ്സിൻ്റെ സ്വഭാവത്തെ വിവരിക്കുകയാണ്. അപ്പോൾ ആ പനിക്ക് കാരണമായിട്ടുള്ള തേജസ് പൊതുവെ വളരെ രൂക്ഷമാണ്. സ്നിഗ്ധമായിട്ടുള്ള തേജസ്സല്ല, രൂക്ഷമായിട്ടുള്ള തേജസ്സാണ് പനിയെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ രൂക്ഷമായിട്ടുള്ള തേജസ് കൊണ്ട് ശരീരം മൊത്തം ക്ഷുഭിതമായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ രൂക്ഷത കൊണ്ട് ക്ഷുഭിതനായിട്ടുള്ള അഗ്നി അല്ലെങ്കിൽ തേജസ് അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോപിക്കുന്നത് വായുവായിരിക്കും. അപ്പോൾ രൂക്ഷമായിട്ടുള്ള തേജസ് ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വാതദോഷം അത്യധികം കോപിക്കും. അപ്പോൾ പൊതുവെ വായു എന്ന് പറയുന്നത് സ്നേഹസാധ്യമായിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നെയ്യ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വായുവിനെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ അതിനാൽ ഈ സ്നേഹപാനം ഈ പറയുന്ന കണ്ടീഷനിൽ അത്യുത്തമം തന്നെയാണ് ഈ പറയുന്ന കണ്ടീഷൻ. കാരണം രൂക്ഷമായിട്ടുള്ള തേജസ് കൊണ്ട് ക്ഷുഭിതനായിട്ടുള്ള ശരീരത്തിൽ വായു കോപിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ നെയ്യ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ തന്നെ നെയ്യിനെ പറ്റിയായിരിക്കും.